2025-26 4ാം ക്ലാസ് വാർഷിക പരീക്ഷ സബ്ജക്റ്റ് ഗണിതം. പ്രവർത്തനം 1. പാർക്കിംഗ് ഗ്രൗണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ചിത്രം നോക്കൂ. ഒരു വാഹനത്തിന്റെ ചിത്രം 10 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ചിത്രം നോക്കി ആകെ എണ്ണം കണക്കാക്കി എഴുതുക. 3 തരം വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്: കാറ്, ബൈക്ക്, സ്കൂട്ടി. ഓരോ ചിത്രവും 10 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 3 കാറിൻ്റെ ചിത്രമാണുള്ളത്. ഓരോ കാറും 10 എണ്ണമാണെങ്കിൽ 3 കാറ് എത്രയുണ്ടാകും? 3 × 10 30 അല്ലേ? അപ്പോൾ 30 കാറാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ബൈക്ക് 6 എണ്ണമാണ് ഇതിൽ കാണുന്നത്. ഓരോ ബൈക്കും 10 എണ്ണം വീതമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 6 × 10 60 ബൈക്കുകൾ. പിന്നെ സ്കൂട്ടി 4 എണ്ണമുണ്ട്. അപ്പോൾ 40 സ്കൂട്ടികളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി പാർക്കിംഗ് ചാർജ്. ഒരു കാറ് പാർക്ക് ചെയ്യാൻ 20 രൂപയാണ്. ഒരു ബൈക്ക് പാർക്ക് ചെയ്യാൻ 10 രൂപ, ഒരു സ്കൂട്ടി 10 രൂപ. അങ്ങനെയാണെങ്കിൽ കാർ പാർക്ക് ചെയ്ത ഇനത്തിൽ ആകെ എത്ര രൂപ കിട്ടും? ഒരു കാറിന് 20 രൂപ. എത്ര കാറാണുള്ളത്? 30 കാർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20 × 30. 20നെ 30 കൊണ്ട് ഗുണിക്കണം. അത് എളുപ്പത്തിൽ മനക്കണക്കായിട്ട് എങ്ങനെ ചെയ്യാം? ഒരു കാറിന് 20 രൂപ. 10 കാറിനോ? 10 കാറിന് 10 × 20 എത്രയാണ്? 200 ആണ് അല്ലേ? 10 20 എത്രയാണ്? 200. 20 20ഓ? 200 200ഉം 400. വീണ്ടും ഒരു 10 20ഉം കൂടെ കൂട്ട്. അപ്പോൾ 400ഉം 200ഉം 600. അങ്ങനെ 600 രൂപയാണ് കാറ് പാർക്ക് ചെയ്ത ഇനത്തിൽ ലഭിക്കുക. ഇനി താഴെ തന്നതിൽ ശരിയായതിന് ടിക്കിടണം. ABCD കൊടുത്തിട്ടുണ്ട്. എ, ബൈക്കിൻ്റെയും സ്കൂട്ടിയുടെയും എണ്ണം തുല്യമാണ്. ശരിയല്ല. ബൈക്ക് 60ഉം സ്കൂട്ടി 40ഉമാണുള്ളത്. കാറിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ബൈക്കിൻ്റെ എണ്ണം. അത് ശരിയാണ്. കാറ് 30ആണ്, ബൈക്ക് 60ആണ്. അതാണ് ശരി. ഗ്രൗണ്ടിൽ 60 സ്കൂട്ടി, അത് തെറ്റാണ്. സ്കൂട്ടിയുടെ എണ്ണം ബൈക്കിൻ്റെ എണ്ണത്തിലേക്കാൾ കൂടുതലാണ്, അതും തെറ്റാണ്. ഇനി കലോത്സവം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ ജില്ലകൾക്ക് കിട്ടിയ പോയിന്റ് വിവരമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജില്ല ലഭിച്ച പോയിന്റ്: തിരുവനന്തപുരം ജില്ലക്ക് 977 പോയിന്റാണ് കിട്ടിയത്. തൃശ്ശൂരിന് 1023, കണ്ണൂർ 1028, ഇടുക്കി 851, എറണാകുളം 978. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ല ഏതാണ്? കണ്ണൂരാണ് അല്ലേ? ഇനി പട്ടിക നോക്കി പോയിന്റുകളെ കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തി എഴുതൂ. ഏറ്റവും കൂടുതൽ 1028 പോയിന്റാണ്. പിന്നെ 1023, പിന്നെ 978, 977, 851. അതാണ് ക്രമം. കലോത്സവത്തിൽ 1ാം സ്ഥാനക്കാർ 2ാം സ്ഥാനക്കാരെക്കാൾ എത്ര പോയിന്റ് കൂടുതൽ നേടി? 1ാം സ്ഥാനം കണ്ണൂർ 1028, 2ാം സ്ഥാനം തൃശ്ശൂർ 1023. അപ്പോൾ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാം? വലുതിൽ നിന്നും ചെറുത് കുറക്കുക. 1028 നിന്നും 1023 കുറച്ചാൽ 5 കിട്ടും. അപ്പോൾ 2ാം സ്ഥാനക്കാരെക്കാൾ 5 പോയിന്റാണ് 1ാം സ്ഥാനക്കാർക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടണം. ഈ വർഷം സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് തൃശ്ശൂർ ജില്ലയാണ്. അത് തെറ്റാണ്. അതിൽ ശരിയേതാണ്? എറണാകുളം ജില്ലക്ക് 1ാം സ്ഥാനക്കാരുടെ ഒപ്പം എത്താൻ 50 പോയിന്റ് കൂടെ വേണം. അതാണ് ശരി. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. എറണാകുളം ജില്ലക്ക് എത്ര പോയിന്റാണ് കിട്ടിയത്? 978. 1ാം സ്ഥാനമായ കണ്ണൂരിന് 1028. 928ൻ്റെ കൂടെ 50 പോയിന്റ് കൂടെ കിട്ടിയാലാണ് 1028 കിട്ടുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അത് എങ്ങനെയാണ് മനസ്സിലാവുക? 1028 നിന്നും 978 കുറച്ചാൽ മതി. അപ്പോൾ 50 കിട്ടും. ആ 50 കൂടെ കൂട്ടിയാൽ 1028 കിട്ടും. ഇനി പഠനോത്സവത്തിന് 36 കളർ പേപ്പർ 4 ഗ്രൂപ്പുകൾക്ക് തുല്യമായി കൊടുത്തു. ഒരു ഗ്രൂപ്പിന് എത്ര പേപ്പർ കിട്ടും? 36 കളർ പേപ്പറാണ് കൊടുത്തത്. 4 ഗ്രൂപ്പുകൾക്കാണ് കൊടുത്തത്. ഓരോ ഗ്രൂപ്പിനും എത്ര വീതം കിട്ടും? അതെങ്ങനെ മനസ്സിലാക്കാം? 36ൽ എത്ര 4 ഉണ്ട് എന്ന് നോക്കിയാൽ മതി അല്ലേ? 36 4 കൊണ്ട് ഹരിച്ചാൽ മതി.
അപ്പോൾ 36-ൽ എത്ര നാലുണ്ട്? 9 നാലുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും 9 പേപ്പർ കിട്ടും. ഒരു പേപ്പറിന് 2 രൂപ വീതം 36 പേപ്പർ വാങ്ങാൻ എത്ര രൂപ ചിലവാകും? ഒരു പേപ്പറിന് 2 രൂപയാണെങ്കിൽ 36 പേപ്പറിന് എത്ര രൂപ ചിലവാകും? 36 ഇൻറ്റു 2 എന്ന് ഗുണിച്ചാൽ മതി. ഇങ്ങനെ ഗുണിച്ചിരിക്കുന്നു അല്ലേ? 2 6 12, 2 ഇട്ടു 1 ബാക്കി, 2 3 6 6 1 7. അപ്പോൾ 72 രൂപയാണ് ആവുക. 80 പേന 3 കുട്ടികൾ വ്യത്യസ്ത രീതിയിൽ പാക്കറ്റുകളാക്കി. അവർ എഴുതിയത് നോക്കൂ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. റീന എഴുതിയത് 5, റീന പാക്കറ്റിലാക്കിയത് എങ്ങനെയാണ്? 5 പേന വീതം 16 പാക്കറ്റാണ് റീന ചെയ്തത്. സാബു ചെയ്തതോ 10 പേന വീതമാണ് ഓരോ പാക്കറ്റിലും നിറച്ചത്. അപ്പോൾ എത്ര പാക്കറ്റ് ഉണ്ടാകും? 10, 80 ടോട്ടൽ പേന ഉള്ളത് അല്ലേ? 10 ഇൻറ്റു 8 80. അതുകൊണ്ട് 8 പാക്കറ്റാണ് സാബു ഉണ്ടാക്കിയത്. ഇനി സീന എത്ര പാക്കറ്റ് എന്നും എത്ര പേനയാണെന്നും നമ്മൾ എഴുതണം. പലതരത്തിലും എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ 20 പേന വീതം 4 പാക്കറ്റിൽ നിറച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ 40 പേന വീതം 2 പാക്കറ്റ്, അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റും. ഡി 27 നോക്കണ്ട. മുത്തുപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? താഴെ തന്നതിൽ ശരിയായതിനെ ടിക്കിടണം. 9999. അതാണ് ശരിയായത് അല്ലേ? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ അതാണ്. ഇനി പ്രവർത്തനം 4A, ഭാരം എഴുതാം. പട്ടികയിലെ വിട്ട ഭാഗം പൂർത്തിയാക്കുക. ഓരോ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ സാധനത്തിൻ്റെ ഭാരം കൊടുത്തിട്ടുണ്ട്. ഭാരം ക്വിൻ്റലിലും കിലോഗ്രാമിലുമായിട്ടാണ് കൊടുത്തത്. മൂന്നാമത്തെ കോളത്തിലോ കിലോഗ്രാമിൽ മാത്രം. നോക്കാം. റബ്ബർ 4 ക്വിൻ്റലും 50 കിലോഗ്രാമും ഉണ്ട്. അത് കിലോഗ്രാമിലേക്ക് മാത്രം മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? 450 കിലോഗ്രാം. ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ്. അപ്പോൾ 4 ക്വിൻ്റൽ 400 കിലോഗ്രാം, 50 കിലോഗ്രാം പ്ലസ് അല്ലേ? അപ്പോൾ 400 പ്ലസ് 50, 450 കിലോഗ്രാം. ഇനി തേങ്ങ 6 ക്വിൻ്റലും 20 കിലോഗ്രാമും ഉണ്ട്. 6 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600 കിലോഗ്രാമാണ്. 600ഉം 20ഉം 620 കിലോഗ്രാം. ഇനി അടക്ക 2 ക്വിൻ്റലും 70 കിലോഗ്രാമുമാണ് ഉണ്ടാവുക. അതെങ്ങനെ കിട്ടി? 270 കിലോഗ്രാം എന്നാണുള്ളത്. 200 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2 ക്വിൻ്റൽ, 70 കിലോഗ്രാം 70, അത് 70 എഴുതുക. അപ്പോൾ 270 കിലോഗ്രാം എന്നത് 2 ക്വിൻ്റലും 70 കിലോഗ്രാമുമാണ്. കുരുമുളക് 1 ക്വിൻ്റലും 50 കിലോഗ്രാം എന്ന് വെച്ചാൽ 150 കിലോഗ്രാം. ഇനി ബി, കുരുമുളക് 3 ചാക്കിൽ തുല്യമായി നിറച്ചു വെച്ചു. ഒരു ചാക്ക് കുരുമുളകിൻ്റെ ഭാരം എത്രയുണ്ടാകും? 150 ടോട്ടൽ കുരുമുളകിൻ്റെ ഭാരം, 150 കിലോഗ്രാം. അപ്പോൾ 3 ഭാഗിച്ചാൽ 50 ആണല്ലേ? 50 50 100, 100 പ്ലസ് 50 150. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1 ടണ്ണിന് തുല്യമായത് ടിക്കിടുക. 1 ടൺ എന്നത് 1000 കിലോഗ്രാം ആണ്. അതുകൊണ്ട് ഡി ആണ് ശരി ഉത്തരം. 1000 കിലോഗ്രാമിന് ടിക്ക്. പ്രവർത്തനം 4B, പെട്രോൾ പമ്പ്. ഒരു പമ്പിൽ നിന്നും 3 ദിവസം വിറ്റ പെട്രോളിൻ്റെ അളവ് താഴെ തന്നിരിക്കുന്നു. തിങ്കളാഴ്ച വിറ്റിരിക്കുന്നത് 350 ലിറ്ററും 450 മില്ലി ലിറ്ററുമാണ്. അതായത് 350 ലിറ്റർ പെട്രോൾ, 350ഉം 450 മില്ലി ലിറ്റർ പെട്രോളാണ് വിറ്റിരിക്കുന്നത്. ചൊവ്വാഴ്ച വിറ്റതോ 400 ലിറ്ററും 500 മില്ലി ലിറ്ററും. ബുധനാഴ്ച 350 ലിറ്ററും 150 മില്ലി ലിറ്ററുമാണ് വിറ്റത്. ഇനി ചോദ്യം, ഏത് ദിവസമാണ് കൂടുതൽ പെട്രോൾ വിറ്റത്? ചൊവ്വാഴ്ചയാണല്ലേ? ചൊവ്വാഴ്ച 400 ലിറ്റർ ഉണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 350 മാത്രമേ ഉള്ളൂ. ഇനി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വിറ്റ പെട്രോളിൻ്റെ ആകെ അളവ് എത്രയാണ്? തിങ്കളാഴ്ച 350ഉം ചൊവ്വാഴ്ച 400 ലിറ്ററാണ് വിറ്റത്. പോരാ, അതിൻ്റെ കൂടെ 450 മില്ലിയും 500 മില്ലിയും ഉണ്ട്. അത് പരസ്പരം കൂട്ടുക. അതെങ്ങനെ കൂട്ടും? 350ഉം 400ഉം എത്രയാണ്? 750. പിന്നെ അപ്പോൾ 750 ലിറ്ററും 500 മില്ലി ലിറ്ററും 450 മില്ലി ലിറ്ററും. അപ്പോൾ എത്രയായി? 500 450ഉം 950. അപ്പോൾ 750 ലിറ്ററും 950 മില്ലി ലിറ്ററുമാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ദിവസങ്ങളിൽ വിറ്റ പെട്രോളിൻ്റെ ആകെ അളവ്.
അടുത്തത്, ബുധനാഴ്ച വിറ്റ പെട്രോളിനേക്കാളും എത്ര കൂടുതലാണ് ചൊവ്വാഴ്ച വിറ്റത്? ബുധനാഴ്ച 350 ലിറ്ററും 150 മില്ലി ലിറ്ററും. ചൊവ്വാഴ്ച ആണെങ്കിലോ 400 ലിറ്ററും 500 മില്ലിയും. അപ്പോൾ 350-നേക്കാൾ 20 കൂടുതലാണ് 400. പിന്നെയോ 150-നേക്കാൾ എത്ര കൂടുതലാണ് 500 എന്ന് പറയുന്നത്? 350 കൂടുതലാണ്. അപ്പോൾ 20 ലിറ്ററും 350 മില്ലി ലിറ്ററും കൂടുതലാണ് വിറ്റത്. 20 ലിറ്റർ 350 മില്ലി ലിറ്റർ എന്ന് എഴുതുക. ഇനി 1 ലിറ്റർ പെട്രോളിന് 106 രൂപയാണ് വില. അപ്പോൾ 2 ലിറ്റർ പെട്രോൾ വാങ്ങാൻ എത്ര രൂപ വേണം? 106 ഇൻറ്റു 2, അല്ലെങ്കിൽ 106 പ്ലസ് 106, രണ്ടും കൂട്ടിയാൽ 106 2 തവണ കൂട്ടിയാൽ 212 കിട്ടും അല്ലേ? അപ്പോൾ 2 ലിറ്റർ പെട്രോളിന് 212 രൂപ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടണം. ഏതാണ് ശരി? 1000 മില്ലി ലിറ്റർ സമം 1 ലിറ്റർ, അതാണ് ഇതിൽ ശരിയായത്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ഇനി 5-ൽ എ, സൈക്കിൾ റാലി. ഭിന്നശേഷി സൗഹൃദ സന്ദേശം പകരുന്നതിനായി അജിയും കൂട്ടുകാരും സൈക്കിൾ റാലി നടത്തി. ആദ്യ ദിനം 9 കിലോമീറ്റർ 300 മീറ്റർ സഞ്ചരിച്ചു. സഞ്ചരിച്ച ദൂരം മീറ്ററിൽ എഴുതുക. 9 കിലോമീറ്ററും 300 മീറ്ററുമാണ്. അപ്പോൾ ഈ 9 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പോൾ 9 കിലോമീറ്റർ എത്ര മീറ്റർ ആയിരിക്കും? 9000 മീറ്റർ. അപ്പോൾ 9000 മീറ്ററും 300 മീറ്ററും കൂട്ടുക. എത്ര കിട്ടും? 9300 മീറ്റർ. ഇനി രണ്ടാം ദിനം 11 കിലോമീറ്റർ 600 മീറ്റർ സഞ്ചരിച്ചു. 11 കിലോമീറ്ററും 600 മീറ്ററുമാണ് രണ്ടാം ദിനം സഞ്ചരിച്ചത്. ആദ്യ 2 ദിനങ്ങളിൽ സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? ആദ്യ ദിനം 9300 മീറ്റർ, രണ്ടാം ദിനം 11600 മീറ്റർ അല്ലേ? 11 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11000 മീറ്റർ. അപ്പോൾ 11 കിലോമീറ്ററും 600 മീറ്ററും കൂടിയാൽ 11600 മീറ്റർ. അപ്പം ഈ 11600ഉം 9300ഉം കൂട്ടിയാൽ മതി. 11600 പ്ലസ് 9300 കൂട്ടിയാൽ എത്ര കിട്ടും? 20900. അപ്പോൾ ഇതുവരെ സഞ്ചരിച്ചത് എത്ര ദൂരമാണ്? 20900 മീറ്റർ സഞ്ചരിച്ചു. അല്ലെങ്കിൽ 20 കിലോമീറ്ററും 900 മീറ്ററും സഞ്ചരിച്ചു. 2 രൂപത്തിലും എഴുതാം. ഇനി അതുമല്ലെങ്കിൽ 20.9 കിലോമീറ്റർ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. ഇനി റാലിയുടെ ഭാഗമായി ആകെ 25 കിലോമീറ്റർ സഞ്ചരിക്കാനാണ് തീരുമാനിച്ചത്. 25 കിലോമീറ്റർ പൂർത്തിയാകാൻ ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? ഇപ്പോൾ 20 കിലോമീറ്ററും 900 മീറ്ററുമാണ് സഞ്ചരിച്ചത്. ഇനി 25 ആകാൻ എത്ര വേണം? 4 കിലോമീറ്ററും 100 മീറ്ററും മതി അല്ലേ? അപ്പോൾ 20 കിലോമീറ്ററും 900 മീറ്ററും അതിൻ്റെ കൂടെ 4 കിലോമീറ്റർ കൂട്ടിയാൽ എത്രയായി? 24 കിലോമീറ്ററും 900 മീറ്ററുമായി. ഇനി എത്ര ബാക്കിയുണ്ട്? പിന്നെ 100 ആണല്ലേ? 100 മീറ്റർ. അതുകൊണ്ട് 4 കിലോമീറ്റർ 100 മീറ്ററും കൂടെ സഞ്ചരിച്ചാൽ 25 കിലോമീറ്റർ ആകും. താഴെ തന്നവയിൽ ശരിയായതിന് ടിക്കിടണം. ഇതിൽ ശരിയായത് ഡി ആണ്. 1 കിലോമീറ്റർ സമം 1000 മീറ്റർ. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. 7 മണി കഴിഞ്ഞ് 15 സെക്കൻഡ് ആയപ്പോൾ സൈക്കിൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. തന്നിരിക്കുന്ന ക്ലോക്കിൽ ഈ സമയം വരച്ച് ചേർക്കുക. അതായത് 7 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്, അതാണ് വരക്കേണ്ടത്. 7 മണി ഇങ്ങനെ വരക്കുക അല്ലേ? 15 സെക്കൻഡ് സൂചി വരക്കണം. ഏറ്റവും നീളമുള്ള സൂചി സെക്കൻഡ് സൂചിയാണ്. അത് 3-ന് നേരെ വരക്കുക. അപ്പോൾ 15 സെക്കൻഡ് ആകും. ഇനി ടൂറിസ്റ്റ് കേന്ദ്രം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും, അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം താഴെ തന്നിരിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുതിരമാളിക എന്ന സ്ഥലത്തേക്ക് 2 കിലോമീറ്ററും 200 മീറ്ററും ഉണ്ട്. പിന്നെയോ കോവളത്തേക്കോ 12 കിലോമീറ്റർ 400 മീറ്റർ, നെയ്യാർ ഡാമിലേക്ക് 29 കിലോമീറ്റർ, മൃഗശാലയിലേക്ക് 3 കിലോമീറ്ററും 600 മീറ്ററും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുതിരമാളികയിലേക്ക് എത്ര മീറ്റർ ദൂരമുണ്ട്? കുതിരമാളികയിലേക്ക് 2 കിലോമീറ്റർ 200 മീറ്റർ എന്നാണുള്ളത്. അതിനെ മീറ്ററിലേക്ക് എങ്ങനെ മാറ്റും? 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ. 2000 പ്ലസ് 200, 2200 മീറ്റർ. ഇനി
തേജു നെയ്യാർ ഡാമിലേക്ക് ബൈക്കിലാണ് പോയത്. 17 കിലോമീറ്റർ 500 മീറ്റർ സഞ്ചരിച്ചപ്പോൾ പെട്രോൾ പമ്പിൽ കയറി നിർത്തി. ഡാമിലേക്ക് ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? അപ്പോൾ ഡാമിലേക്ക് 29 കിലോമീറ്റർ ആണുള്ളത് അല്ലേ. 29 നിന്നും 17.5, അതായത് 17 കിലോമീറ്ററും 500 മീറ്ററും കുറച്ചാൽ എത്ര കിട്ടും? 11 കിലോമീറ്ററും 500 കിട്ടും. അതായത് 17 കിലോമീറ്ററിൻ്റെയും 500 മീറ്ററിൻ്റെയും കൂടെ 29 കിലോമീറ്റർ ആകാൻ എത്ര വേണമെന്ന് കൂട്ടി നോക്കിയാൽ മതി. 17ഉം 10ഉം 27. 10 കിലോമീറ്റർ ആയാൽ എത്ര കിട്ടി? 27 കിട്ടി. പിന്നെയോ, പിന്നെ 500 മീറ്റർ ഓൾറെഡി സഞ്ചരിച്ചു. അപ്പോൾ 27ഉം 500 മീറ്ററും സഞ്ചരിച്ചു. ഇനി 1 കിലോമീറ്ററും ഒരു 500 മീറ്ററും കൂടെ സഞ്ചരിച്ചാൽ എത്രയാകും? 29 ആകും. അപ്പോൾ 11 കിലോമീറ്ററും 500 മീറ്ററുമാണ് ഇനി സഞ്ചരിക്കേണ്ടത്. ജിനു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോവളത്തേക്ക് പോയി. തിരിച്ച് സ്റ്റേഷനിലെത്തി. ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? കോവളത്തേക്കുള്ള ദൂരം 12 കിലോമീറ്ററും 400 മീറ്ററുമാണ്. അപ്പോൾ കോവളത്തേക്ക് പോയി തിരിച്ചു വന്നാൽ അതിൻ്റെ ഡബിൾ, ഇരട്ടിയാകും അല്ലേ. 24 കിലോമീറ്ററും 800 മീറ്ററും. ഇനി മനുവും കുടുംബവും മൃഗശാലയിൽ 11 മണിക്കെത്തി. 2 മണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇറങ്ങിയ സമയം ക്ലോക്കിൽ വരച്ചു ചേർക്കുക. 11 മണിയിൽ നിന്നും 2 മണിക്കൂർ കഴിഞ്ഞാൽ 1 മണിയാകും അല്ലേ. അപ്പോൾ 2 മണിക്കൂറും 15 മിനിറ്റുമാണ് കഴിഞ്ഞത്. അപ്പോൾ 1 മണിയും 15 മിനിറ്റും. 1:15, 1:15, 1:15 അവിടെ വരക്കുക. ഇങ്ങനെ. ഇനി താഴെ തന്നവയിൽ ശരിയായതിന് ടിക്കിടുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അത് ശരിയാണല്ലേ. 2 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അത് തെറ്റാ. പിന്നെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാലോ 1000 മീറ്റർ ആണ്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. 4-മത്തത് നോക്കാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 മില്ലിമീറ്റർ ആണ്. അതും തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം മാത്രമേ ശരിയുള്ളൂ. അതേതാണ്? ഇതിൽ ബി ആണല്ലേ. ബി 1, 3 ശരിയാണ്. 1ഉം 3ഉം ശരി. അതിന് ടിക്കിടുക. ഓക്കെ.